ഹലോ ഗായ്സ്, വെൽക്കം ടു നവൻസ് അറ്റ് വൺ സ്നാപ്പ്. അപ്പോൾ ഞങ്ങൾ അനിയനെ കുറച്ച് ബാഡ്മിൻ്റൻ്റെ സ്പോർട്സ് സാധനങ്ങളൊക്കെ മേടിക്കാൻ വന്നിരിക്കുകയാണ്. ഞങ്ങൾ വന്നത് റാക്കറ്റ് ലോഞ്ചിലാണ്. റാക്കറ്റ് ലോഞ്ച് തൃശ്ശൂർ അശ്വിനി ജനറൽ ശ്രീഹരി ബിൽഡിങ്സിൻ്റെ അടുത്താണ്. അപ്പോൾ ഇവിടുന്ന് ഞങ്ങൾ റാക്കറ്റും ഷൂസൊക്കെ മാമ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളതൊന്ന് എടുക്കാൻ വരികയാണ്. അപ്പോൾ ഞങ്ങൾ ഉള്ളിൽ കയറുകയാണ്. അവൻ ഉള്ളിൽ കയറിയപ്പോൾ തന്നെ അവൻ്റെ കണ്ണൊക്കെ ബൾബ് പോലെ എല്ലാ കമ്പനീസിൻ്റെ റാക്കറ്റ് ഷൂസൊക്കെ ഉണ്ട്. റാക്കറ്റ് യോണക്സിൻ്റെ, അപ്പെക്സ്, കോസ്മോസ്, ഇൻലൈൻ എല്ലാത്തിൻ്റെയും ഉണ്ട്. അപ്പോൾ മാമനൊക്കെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളത് എടുക്കുകയാണ്. അപ്പോൾ അവിടുത്തെ ചേട്ടൻ രോഹിത് എന്നാണ് പേര്. ആൾ ഭയങ്കര ഫ്രണ്ട്ലിയാണ്. ഞങ്ങളുടെ അടുത്ത് വന്നപ്പോൾ തന്നെ കമ്പനിയായി. അമ്മേനെ കുറേ ഉപദേശിക്കുകയൊക്കെ ചെയ്തു. ഇങ്ങനത്തെ ഷൂ എടുക്കണം, അങ്ങനെ എടുക്കണം, അത് എടുത്താലേ ശരിയാവുള്ളൂ, അല്ലെങ്കിൽ ബാഡ്മിൻ്റൺ ഒന്നും വിടണ്ടെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഉപദേശമൊക്കെ ചെയ്ത് ഞങ്ങളങ്ങനെ എടുത്തു. അപ്പോൾ ഇതാണ് അവിടുത്തെ റാക്കറ്റ്സൊക്കെ, ഷൂസൊക്കെ കാണിച്ചു തരാം. അവിടെ എല്ലാവിധ ബാഡ്മിൻ്റൻ്റെ ലോകം തന്നെയാണത്. എല്ലാവിധ ബാഡ്മിൻ്റൺ സാധനങ്ങളും. അപ്പോൾ രോഹിത് ഏട്ടൻ അവന് പെട്ടി കൊടുക്കുകയാണ്. പെട്ടി കൊടുത്തു. അപ്പോൾ ഞാൻ തുറന്നു നോക്കാൻ പറഞ്ഞിട്ട് മാമന് ഒരു സർപ്രൈസ് ആയിട്ടാണെന്നൊക്കെ മേടിച്ച് വെച്ച് എന്നിട്ട് വിളിക്കുക ചെയ്തു. അപ്പോൾ തുറന്നു നോക്കാൻ അത് താഴെ പോയി സന്തോഷം കാരണം എന്നിട്ട് ഒന്നും കൂടി തുറക്കുകയാണവൻ. അപ്പോൾ യോണക്സിൻ്റെ 3 കോക്ക് മേടിച്ചു. പിന്നെ മേടിച്ചത് യോണക്സിൻ്റെ തന്നെ ഷൂസും ബാൻഡും ആയിരുന്നു. അപ്പം ഇനി റാക്കറ്റ് തരാൻ പറഞ്ഞിട്ട് അതൊക്കെ എടുത്ത് വയ്ക്കാൻ പറഞ്ഞാൽ അങ്ങനെ എടുക്കുകയായിരുന്നു. അവനെ അതൊക്കെ കാണിച്ചു തരാണ്. ബാൻഡ് ഇതായിരുന്നു, ഒരു ബ്ലൂ കളർ ബാൻഡാണ് മേടിച്ചത്. പിന്നെ റാക്കറ്റ് മേടിച്ചത് അപ്പച്ചൻ്റെ ആയിരുന്നു. അപ്പോൾ റാക്കറ്റ് കൊടുത്താൽ തിരിഞ്ഞു പോയി. അപ്പോൾ രോഹിതേട്ടൻ നേരാക്കി പിടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇതാണ് റാക്കറ്റ് മേടിച്ചത്. അപ്പോൾ സ്ട്രിപ്പൊക്കെ വേറെ ഇടാൻ പറഞ്ഞിട്ട് അങ്ങനെയായിരുന്നു. ഗ്രിപ്പോ സ്ട്രിപ്പും നമ്മൾ വേറെ മേടിച്ച്. റാക്കറ്റ് ലോഞ്ചിൽ നല്ല ഓഫേഴ്സ് കിട്ടും. ഞങ്ങൾക്ക് 3 കോക്കൊക്കെ നല്ല ഓഫറിലാണ് കിട്ടിയത്. ഫ്രീ ആയി തന്നുമാണ്. നല്ല ഓഫേഴ്സാണ് അവിടെ. പിന്നെ ബാഡ്മിൻ്റൻ്റെ കിറ്റ്, വേറെ ഗോസൻ, അങ്ങനത്തെ പല പല ടൈപ്പ് റാക്കറ്റ്, ജേസീസ്, ഗ്രിപ്പ്, സ്ട്രിപ്പ് എല്ലാം ഉണ്ട് അവിടെ. അവിടെ തന്നെ ഈ സ്ട്രിപ്പൊക്കെ അടിച്ചു സ്ട്രിപ്പും ഗ്രിപ്പൊക്കെ ആക്കി തരും. ഞങ്ങൾക്ക് അവിടെ രോഹിതേട്ടൻ തന്നെയാണ് ചെയ്തു തന്നത്. ഇതിന് ക്ലോസിങ് ടൈം പറഞ്ഞാൽ 10 മണിയാണ്. രാവിലെ 10 മണിക്ക് വന്ന് രാത്രി 10 മണി വരെ ഉണ്ട്. അപ്പോൾ രോഹിതേട്ടൻ അവൻ്റെ ഒരു വീഡിയോ എടുക്കുകയാണ് ഇൻസ്റ്റയിൽ പോസ്റ്റ് ആക്കാൻ. അപ്പോൾ അവനിങ്ങനെ ഭയങ്കര നാണം കാരണം അങ്ങനെയൊക്കെ പറയുകയാണ്. രോഹിതേട്ടൻ ഇനി എവിടെയാണ് ഈ കടയൊക്കെ കണ്ടതെന്നൊക്കെ ചോദിക്കുകയാണ്. ഇതാണ് അവിടുത്തെ പല പല ടൈപ്പ് ഗ്രിപ്പ് സ്ട്രിപ്പൊക്കെ ഉണ്ട്. അപ്പോൾ ബാഡ്മിൻ്റൺ കളിക്കുന്ന എല്ലാവരും റാക്കറ്റ് ലോഞ്ചിലേക്ക് തന്നെ വരണം എന്ന് ഞാൻ പറയാണ്. പിന്നെ ഞങ്ങൾ ഇതൊക്കെ മേടിച്ച് പുറത്തേക്ക് ഇറങ്ങി. അടുത്ത ദിവസം ഇപ്പോൾ വീട്ടിലെത്തിയപ്പോൾ രാത്രി. പിന്നെ അടുത്ത ദിവസം അവൻ ബാഡ്മിൻ്റന് പോകാനുണ്ടായിരുന്നു. അപ്പോൾ എല്ലാ സാധനങ്ങളും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ജേഴ്സിയൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. ബാഡ്മിൻ്റന് അവൻ പോയി ഇറങ്ങുകയാണ്. അല്ലെങ്കിൽ പിന്നെ എവിടെ പോവുകയാണെങ്കിൽ അവൻ ആദ്യം സൈക്കിൾ എടുക്കും. സ്കൂട്ടിയല്ല, സൈക്കിൾ എടുത്തൊന്ന് റൗണ്ട് അടിച്ച് വരികയാണ് അവൻ. അപ്പോൾ ഒന്ന് റൗണ്ട് അടിക്കാൻ പോവാണ്. അവൻ എത്തി. ഒന്നും കൂടി റൗണ്ട് അടിച്ചിട്ട് വരാമെന്നൊക്കെ അമ്മയടുത്ത് പറഞ്ഞിട്ട് പിന്നെയും പോയി. പിന്നെ ഞങ്ങൾ നേരെ പോയത് അവൻ്റെ കോട്ടയ്ക്കാണ്. അപ്പോൾ കോട്ട് പറയുന്നത് അന്തിമഹാകാളങ്കാവ് ചേലക്കര റൂട്ടിലാണ്. ഞങ്ങൾ പോവുകയാണ്. അപ്പോൾ അവൻ സൈക്കിളിൽ അപ്പുറത്ത് കൊണ്ട് വയ്ക്കാൻ വേണ്ടി അങ്ങനെ പോയി. കോർട്ടിലെത്തി. അപ്പോൾ എന്നിട്ട് ഇന്നവിടെ ഒരു മാച്ച് എടുക്കണ്ടായിരുന്നു. അതിൻ്റെ പുറകിൽ ട്രോഫിയൊക്കെ കാണുന്നത് 8 മണിക്ക് ഇരുന്നു. പിന്നെ ഒരു വാമപ്പ് ചെയ്യണം. ഒന്ന് അവൻ്റെ അനിയനും ഒന്ന് അവൻ്റെ ഫ്രണ്ടുമാണ്. അപ്പോൾ അവൻ വാമപ്പ് ചെയ്ത് കഴിഞ്ഞില്ല. അവരൊക്കെ വാമപ്പ് വേഗം ചെയ്തിട്ട് പോവുകയാണ്. ഇന്ന് അവന് കളിക്കാൻ ഭയങ്കര ഉഷാറൊക്കെ ആയിരുന്നു. കാരണം പുതിയ ഷൂസ്, ബാറ്റ് എല്ലാം ഉള്ളതുകൊണ്ട് അവൻ ഭയങ്കര അടിപൊളിയായിട്ടാണ് കളിച്ചത്. പിന്നെ അവൻ ഭയങ്കര ഇൻട്രസ്റ്റോടെയാണ് ഈ വട്ടം കളിച്ചത്. ഇവൻ ഇപ്പോൾ ബാഡ്മിൻ്റൺ തുടങ്ങിയിട്ട് 1.5 കൊല്ലമായി. അപ്പോൾ അവൻ വാമപ്പ് ചെയ്ത് എല്ലാവരും പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി കയറുകയാണ്. ഇതാണ് അവൻ്റെ കോട്ട് വരുന്നത്. മഴയായിരുന്നു, അത് തന്നെ പുറത്തുനിന്നുള്ള വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഞാൻ പ്രാക്ടീസ് ചെയ്യാൻ കയറുകയാണ്. ഞാൻ പ്രാക്ടീസ് ചെയ്യാൻ 6 കോർണേഴ്സ് ചെയ്യാണ് ഇപ്പോൾ അവൻ. അപ്പോൾ അങ്ങനെ കുറേ നേരം ഞങ്ങൾ പ്രാക്ടീസൊക്കെ ചെയ്യണം നോക്കിയിരുന്നു. ഇനി അവൻ്റെ പ്രാക്ടീസ് ചെയ്യട്ടെ. പിന്നെ ഇതാണ് ഞങ്ങൾ ആദ്യമായിട്ടിട്ടൊരു ഓൺ വോയിസ് വീഡിയോ. അപ്പോൾ എന്തെങ്കിലും തെറ്റൊക്കെ ഉണ്ടെങ്കിൽ അന്ന് ഞങ്ങളിങ്ങനെ പോകുമ്പോൾ ശരിയാക്കാം. അപ്പോൾ തെറ്റൊക്കെ തോന്നുകയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം, ഞങ്ങൾ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ടാറ്റാ.